ഒരു ഓപ്പൺ സപ്പോർട്ട് കൊടുക്കാനല്ല ഒരു കാരണവശാലും നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ കാര്യങ്ങളിൽ ജനങ്ങളുടെ വേദനയും ദുഃഖവും വിഷമവും എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഭ തീരുമാനിച്ചതും അതിനുവേണ്ടിയാണ് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നമുക്ക് മാറ്റമില്ല. മറിച്ച് അതുകൊണ്ട് ഞാൻ പറയും, ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ അല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കുക. ഭേദഗതി ഒരു മതത്തിനെതിരായിട്ട് മതത്തിന്റെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അവർ ആ മതം നിയന്ത്രിക്കുന്ന വഖഫ് ഭൂമിയുടെ അവകാശങ്ങളിൽ കടന്നു കയറാൻ കഴിയുന്ന ബോർഡ്, അതിനെ നിയന്ത്രിക്കുന്നതാണ് വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിലേക്ക് മറ്റു മതവിഭാഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അത് ആ മതവിശ്വാസത്തിലുള്ള കടന്നുകയറ്റമല്ലേ? ആശങ്കകൾക്ക് തീർച്ചയായും കാരണങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ദേവസ്വം ബോർഡുകളുണ്ടല്ലോ. ദേവസ്വം ബോർഡിലേക്ക് ഹിന്ദു മതവിശ്വാസികളല്ലാത്ത ആരെങ്കിലും വെക്കുമ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ വിശ്വാസികൾക്ക് അതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിമുകളായ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആരെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ആശങ്കകളുണ്ടാകും. ഇങ്ങനെയുള്ള ആശങ്കകളെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഗവൺമെൻറ് തലത്തിൽ തന്നെ കൃത്യതയോടുകൂടെയുള്ള നിയമപരിരക്ഷ ഏത് രീതിയിലാണോ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനും അത് നടപ്പിൽ വരുത്താനും സാധിക്കുന്നത്, ആരെയും ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കാത്ത രീതിയിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിലപാടുണ്ടാകണമെന്ന് തന്നെയാണ് സഭ ആവശ്യപ്പെടുന്നത്. അതായത് ഈ ബില്ലിലെ എല്ലാ ഭേദഗതികളെയും സഭ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഞാൻ പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിച്ചത് 2 ഭേദഗതികളാണ്. മൊത്തമായും വഖഫ് നിയമത്തിൻ്റെ 44 നിയമങ്ങളാണ് ഭേദഗതിക്ക് വിധേയമായിരിക്കുന്നത്. അതിൽ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമുള്ള 5 ഭേദഗതികൾ നമ്മളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അവയിലുള്ള ഭേദഗതികൾ പ്രധാനമായും 40-ാം അനുച്ഛേദത്തിലും 52-ാം അനുച്ഛേദത്തിലും വഖഫ് നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അപ്രകാരമുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു കാര്യത്തിനും സഭ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് തന്നെയും ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, അത് ഉറപ്പു തരുന്ന അവകാശങ്ങൾ, മൗലികമായ പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ലാതെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തുന്ന തരത്തിലേക്ക് ഒരു നിയമങ്ങളും പോകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഇക്കാര്യത്തിൽ നമ്മൾ കാണുന്നുള്ളൂ.